Hello makkale, welcome to Text Tutor and today we are going to discuss the chapter Poverty as a Challenge. അപ്പോൾ Poverty as a Challenge എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യമാണ് അല്ലെ, പൈസയൊന്നും ഇല്ലാത്തൊരു അവസ്ഥേനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയാ, പോവർട്ടി എന്ന് പറയാ. ആൻഡ് ദിസ് ചാപ്റ്റർ പോവർട്ടി ആസ് എ ചാലഞ്ച് ഡീൽസ് വിത്ത് such kind of situations. Okay, അപ്പം പോവർട്ടിയെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോവർട്ടിയുടെ ഡിഫറെന്റ് തലങ്ങൾ. പോവർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത കാര്യമായിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ വീടില്ലാത്ത കാര്യമായിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ട് ആലോചിക്കുക. ഇനി ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് അല്ലെ, നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്, അതും പോവർട്ടിയുടെ ഒരു ആസ്പെക്ട് ആണ്. നമുക്ക് വേണ്ട വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കിട്ടാത്ത അവസ്ഥയുണ്ട് അല്ലെ, നന്നായിട്ട് പഠിക്കാനും സ്കൂളിൽ വിട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ പോയാൽ മതിയോ? വേണ്ട അല്ലെ, അല്ല പുസ്തകങ്ങൾ വേണം, പേന വേണം, ബാഗ് വേണം അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? പൈസ വേണം. ഇതൊക്കെ എന്താണ്? പോവർട്ടിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. സോ പോവർട്ടി ആസ് എ ചാലഞ്ച് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി സീ പോവർട്ടി all around us. In fact, every fifth person in India is poor. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയില് 5 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ, ഓരോ 5 ആൾക്കാരെ എടുത്തു കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ പുവർ ആയിരിക്കും എന്നാ പറയുന്നത്. അതായത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റിലുള്ള ഒരു 5 പേരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരാൾ പുവർ ആയിരിക്കും എന്നാ പറയുന്നത്. This means roughly 270 million or 27 crore. 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 10 lakh ആണ് അല്ലെ. അപ്പൊ 27 crore people in India live in poverty. This also means that India has the largest single concentration of the poor in the world. അപ്പം ഇതില് പറയുന്നുണ്ട് എന്താണ്? ഇന്ത്യയില് ഒരുപാട് ആൾക്കാർ എന്തുണ്ട്? ദരിദ്രരായിട്ട് ഉണ്ട്. പോവർട്ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ നമുക്ക് 2 കേസസ് നോക്കാം. അതായത് പോവർട്ടി എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മൾ നല്ല സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചില തരത്തിലുള്ള പോവർട്ടി ഉണ്ടാവും. ആൻഡ് നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരിൽ കുറച്ച് പോവർട്ടിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഇവർ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഇൻ ജനറൽ കാണാറുള്ളത് എന്നാണ് നമ്മളൊരു നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ ഒരു അർബൻ കേസ് ആണ് എടുക്കുന്നത്. ഒരു അർബനിലുള്ള ഒരാളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. സോ 33-year-old Ram Charan works as a daily wage laborer in a wheat flour mill near Ranchi in Jharkhand. അപ്പം ജാർഖണ്ഡിലുള്ള ഒരു കഥയാണ്. എന്താണ്? ഒരു 33 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഡെയിലി വേജ് ലേബറർ ആയിട്ടൊരു മില്ലില് വർക്ക് ചെയ്യാണ് ജാർഖണ്ഡില്. എന്നിട്ടോ ഹി മാനേജസ് ടു ഏൺ അറൌണ്ട് ₹1,500 a month when he finds employment which is not often. അപ്പം അദ്ദേഹത്തിന് ജോലി ഉള്ള സമയങ്ങളിൽ അദ്ദേഹം 1,500 രൂപയാണ് അയാൾ ഒരു മാസം ഉണ്ടാക്കുന്നത്. അതുതന്നെ എല്ലാ ദിവസവും ജോലി ഉണ്ടാവണം നിർബന്ധമില്ല. The money is not enough to sustain his family of 6. അല്ലെ, അയാളുടെ വീട്ടില് 6 ആൾക്കാരുണ്ട്. That includes his wife and 4 children aged between 12 years to 6 months. അപ്പം അയാൾക്ക് 4 മക്കളുണ്ട്. അയാളുടെ ഫാമിലിയിൽ 4 മക്കളുണ്ട്, വൈഫ് ഉണ്ട്, അയാളുണ്ട്. അപ്പൊ 6 ആൾക്കാരുണ്ട്. ആ 6 ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കുള്ള ഏർണിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? അയാളാണ് ജോലി ചെയ്യുന്നത് അല്ലെ. അയാൾക്ക് 4 മക്കളാണ്. മക്കളെ നമുക്ക് ജോലിക്ക് വിടാൻ പറ്റില്ല അല്ലെ. 12 വയസ്സില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രാം ക്ലാസ്സിലോ? 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും മൂത്ത ഉണ്ടാവുക. പിന്നെ 6 months അല്ലെ, അതായത് കുഞ്ഞി വാവയും ഉണ്ട് അല്ലെ. അപ്പം ഇത്രയും ഒരു 4 കുട്ടികളും ഉണ്ട്, അയാളും ഉണ്ട്, അയാളുടെ വൈഫും ഉണ്ട്. He has to send money home to his old parents who live in a village near Ramgarh. അപ്പം അദ്ദേഹത്തിന് ആരുണ്ട്? പാരന്റ്സ് ഉണ്ട് അല്ലെ. പാരന്റ്സിനെ നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അദ്ദേഹത്തിന്റെ പാരന്റ്സ് ജീവിക്കുന്നത് ഒരു റൂറൽ ഏരിയയിലാണ്, ഒരു വില്ലേജ് ഏരിയയിലാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? പാരന്റ്സിന് വേണ്ട കാര്യങ്ങളും, അദ്ദേഹം വേറെ വീട്ടിലാണെങ്കിലും പാരന്റ്സിന് വേണ്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ his father, a landless laborer, depends on Ram Charan and his brother who lives in Hazaribagh for
സബ്സ്റ്റൻസസ്. അപ്പം അദ്ദേഹത്തിന്റെ പാരന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഭൂമിയൊന്നുമില്ല സ്വന്തമായിട്ട്. ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ മക്കൾ അല്ലെ. അവർക്ക് 2 ആൺകുട്ടികളുണ്ട്. അതിലൊരാളാണ് ഈ രാംചരൺ എന്ന് പറയുന്ന ആള്. അവരെയും അവരുടെ ബ്രദറിന്റെയും ഒരു സമ്പാദ്യത്തിൽ നിന്ന് വേണം ആ പാരന്റ്സിന് ജീവിക്കാൻ വേണ്ടിയിട്ട്. Ramsaran lives in a 1-room rented house in a crowded basti in the outskirt of the city. അപ്പം ഒരു റൂമുള്ളൊരു അവിടെയാണ് രാംചരൺ ജീവിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടെമ്പററി ഷാക്ക് ബിൽറ്റ് ഓഫ് ബ്രിക്സ് ആൻഡ് ക്ലേ ടൈൽസ്. അപ്പം അത് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു റൂമിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഹിസ് വൈഫ് ശാന്താ ദേവി വർക്ക്സ് ആസ് എ പാർട്ട് ടൈം മെയ്ഡ് in a few houses and manages to earn another 800 rupees. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്തിട്ട് ഒരു 800 രൂപയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് എത്രയാണ്? 1500ഉം 800ഉം എത്രയാണ്? 2300 രൂപ അല്ലെ. 2300 രൂപ. They manage a meager meal of dal and rice twice a day, but there is never enough for all of them. അപ്പൊ അവരുണ്ടാക്കുന്നതാണ് ചോറും ദാൽ കറി അല്ലെ. അപ്പം അത്രയും പൈസ, അവർ 6 പേർക്ക് ഭക്ഷണം കഴിക്കണം, 2 നേരത്തെ ഭക്ഷണമാണ്. അത് തന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കാനുള്ളൊരു വരുമാനം അവർക്കില്ല. രാംചരൺ എന്ത് ചെയ്യണം? അവരുടെ പാരന്റ്സ് അല്ലെ, നാട്ടിൻ പുറത്ത് വില്ലേജ് ഏരിയയിൽ ജീവിക്കുന്ന പാരന്റ്സിന് വേണ്ട പൈസയും കൂടെ കൊടുക്കണം. ഓക്കെ. His elder son works as a helper in the tea shop to supplement the family income and earns another 300. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, 12 വയസ്സുള്ള കുട്ടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 6ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടിയാണ് അല്ലെ. പക്ഷെ എൽഡർ സൺ എന്താ ചെയ്യുന്നത്? ഒരു ടീ ഷോപ്പിൽ പോയിട്ട് വർക്ക് ചെയ്യാണ്. 300 രൂപ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പം പഠിക്കേണ്ട സമയമാണ് അല്ലെ, മക്കള് പഠിക്കേണ്ട ഒരു സമയത്താണ് അവർ പോയിട്ട് ജോലി ചെയ്തിട്ട് ഫാമിലി അല്ലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലെ. അവർക്ക് ഭക്ഷണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത്. While his 10-year-old daughter takes care of the younger siblings. അവരുടെ 10 വയസ്സുള്ള ഒരു ഡോട്ടർ ഉണ്ട്. അവരാണ് ഞാൻ പറഞ്ഞു 6 മാസം വരെ അമ്മ ജോലിക്ക് പോവും, ഏട്ടനുള്ള ഒരാള് അവരും ജോലിക്ക് പോവും, അച്ഛനും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനത്തെ ജോലികളിലൊക്കെ പോകുന്നുണ്ട്. ബാക്കിയുള്ള ചെറിയ മക്കളുണ്ട് അല്ലെ, 6 മാസം പ്രായമുള്ള കുഞ്ഞിവാവയുണ്ട്, വേറൊരു ബേബിയും ഉണ്ട്. അപ്പം അവരെ നോക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? 10-year-old ആയിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെ. അവരുടെ ഒരു മക്കളാണ് ജോലി നോക്കുന്നത്. None of the children go to school. They have only 2 pairs of hand-me-down clothes each. അപ്പൊ അവർക്ക് എന്താണ്? അവർക്ക് ഡ്രസ്സൊന്നും ഇല്ല, അവർക്ക് സ്കൂളിലും പോകാൻ പറ്റുന്നില്ല, മക്കൾക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് രാംചരണിന് പറ്റുന്നില്ല. New ones are bought only when the old clothes become unwearable. അപ്പം ന്യൂ വൺസ് എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? തീരെ പഴയത് തീരെ ധരിക്കാൻ പറ്റാത്ത സമയത്താണ് അവരൊരു പുതിയൊരു ഡ്രസ്സിനെ പറ്റി പോലും ആലോചിക്കുന്നത്. The younger kids are undernourished. They have no access to health care when they fall ill. അപ്പം ആ യങ്ങർ ആയിട്ടുള്ള കിഡ് അല്ലെ, എന്താണ് 6 മാസം എന്ന് പറയുന്നത്, പ്രായം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന ഒരു സമയമാണ് അല്ലെ. ആ സമയത്താണ് കൂടുതൽ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് അല്ലെ നമ്മൾ കുഞ്ഞുമാവകൾക്ക് ഭക്ഷണമൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു ടൈമാണ് അല്ലെ. അപ്പം നറിഷ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു ടൈമാണ് കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈവൻ എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, കുറച്ച് ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെ, വിശപ്പ് സഹിക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടാവും. പക്ഷെ മക്കൾ എന്ന് പറയുന്ന ഏജ് എന്താണ്? കുഞ്ഞു പ്രായം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ. അവർക്ക് വിശപ്പും കൂടുതലായിരിക്കും അല്ലെ. അപ്പം അവർക്ക് നറിഷ്മെന്റ് ഉണ്ടാവില്ല അല്ലെ, വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ല അല്ലെ. അവരുടെ നാട്ടില് ഹോസ്പിറ്റലിൽ പോലും ഇല്ല. അപ്പം അതിന് ജീവിക്കാനുള്ള മാർഗങ്ങളും ഇല്ല. അവര് പുതിയ ഡ്രസ്സ് പോലെ അല്ലെ, ഡ്രസ്സൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ബേസിക് ആയിട്ടുള്ള നീഡാണ് അല്ലെ, ഡ്രസ്സ് അല്ലെ, വസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഡും അതെ. അപ്പൊ അവർക്ക് ഡ്രസ്സ് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് രാംചരൺ പോകുന്നത്. നിങ്ങൾക്ക് കഥ മനസ്സിലായോ? ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്?
ഇനി അത് നമ്മൾ അർബൻ ഏരിയയിലുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ റൂറൽ കേസ് നോക്കുന്ന സമയത്ത് ഒരാൾ റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന ഒരാളുടെ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലാഖ സിംഗ് ബിലോങ്സ് ടു എ സ്മോൾ വില്ലേജ് നിയർ മീററ്റ് ഇൻ ഉത്തർപ്രദേശ്. അപ്പം ഉത്തർപ്രദേശിലുള്ള മീററ്റിലുള്ള ഒരാളുടെ കഥയാ പറയുന്നത്. ഓക്കെ, ഹിസ് ഫാമിലി ഡസൻറ്റ് ഓൺ എനി ലാൻഡ്, സോ ദേ ഡു ഓഡ് ജോബ്സ് ഫോർ ദി ബിഗ് ഫാമേഴ്സ്. അപ്പം അവർക്ക് സ്വന്തമായിട്ട് എന്തില്ല, ലാൻഡ് ഒന്നുമില്ല, ഭൂമിയൊന്നും സ്വന്തമായിട്ടില്ല. അവരെന്ത് ചെയ്യും, ബിഗ് ഫാമേഴ്സ്, അവര് വലിയ കുറച്ച് ഭൂമിയൊക്കെ ഉള്ള ആൾക്കാരെ കീഴിൽ എന്ത് ചെയ്യാൻ പോവും, ജോലിക്ക് വേണ്ടിയിട്ട് പോവും. ഓക്കെ, വർക്ക് ഈസ് erratic and so is income. At times they get paid ₹50 for a hard day's work. അപ്പൊ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എന്താണ്, അവർക്ക് 50 രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 50 രൂപയ്ക്ക് നമുക്ക് എന്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും? ഒരു ദിവസം 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റും? ഒരു കിൻഡർ ജോയ് പോലും വാങ്ങിക്കാൻ പറ്റില്ല അല്ലെ? നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കിൻഡർ ജോയ് പോലും വാങ്ങിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് അല്ലെ, ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കേണ്ട പൈസയാണ് 50 രൂപ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ 50 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം, നമുക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപ വേണം? മിനിമം അല്ലെ ഒരു 1000 rupees വേണം അല്ലെ? ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് 1000 രൂപ ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു 700, 800, 1000 അതിൽ കൂടിയതും വേണ്ട അല്ലെ? നമ്മളൊരു ബേസിക് എന്ന് പറയുമ്പോൾ അത്രയും എമൗണ്ട് വേണം. അപ്പൊ 50 രൂപയാണ് അയാൾക്ക് ഒരു ഫുൾ ഡേ കഷ്ടപ്പെട്ട അല്ലെ, നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഫാമറായിട്ട് ഉള്ള അയാളുടെ സ്ഥലത്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ 50 രൂപയാണ് അയാൾക്ക് കിട്ടുന്നത്. But often it's in kind like a few kilograms of wheat or dal or even vegetables for toiling in the farm through the day. അപ്പൊ അല്ലെങ്കിൽ എന്താണ്, വീറ്റ്, കുറച്ച് വീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ദാളായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ദ ഫാമിലി ഓഫ് 8, എത്ര ആൾക്കാരുണ്ട്? 8 ഉണ്ട്. 8 cannot always manage 2 square meals a day. Lagha lives in a kacha hut on the outskirt of the village. അല്ലെ? അപ്പൊ ആ വില്ലേജിലുള്ള 8 ആൾക്കാരാണ് ആ വീട്ടിലുള്ളത്. അതും ഒരു കുടിലാണ് അല്ലെ, ഹട്ടിലാണ് താമസിക്കുന്നത് അല്ലെ? അപ്പൊ അത്രയും പതറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇദ്ദേഹത്തിനുള്ളത് ഉത്തർപ്രദേശിൽ. The women of the family spend the day chopping fodder and collecting firewood in the fields. His father, a TB patient, passed away 2 years ago due to the lack of medication. അപ്പം അദ്ദേഹത്തിന്റെ വൈഫ് കുറച്ച് വിറകൊക്കെ ശേഖരിച്ച് അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു, 2 വർഷം മുമ്പ് എന്തായിപ്പോയി, TB വന്നിട്ട് മരിച്ചുപോയി. TB വന്നിട്ട് മരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവര് ഡെത്തായി പോയി. And his mother now suffers from the same diseases and life is slowly ebbing away. അതായത് TB എന്ന് പറയുന്നത് ഒരു പകരുന്ന അസുഖമാണ് അല്ലെ? അപ്പം ഫാദർ ഓൾറെഡി മരിച്ചു പോയി, അമ്മയ്ക്കും സെയിം ആയിട്ടുള്ളൊരു അസുഖം വന്നിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് എന്താണ്, അവർക്ക് ഹെൽത്ത് ആക്സസ് ഒന്നും ഇല്ല അല്ലെ, അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ ആക്സസ് ഒന്നും ഇല്ല, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റില്ല. അപ്പം അമ്മയ്ക്കും എന്താണ്, അങ്ങനെ അമ്മയും ജീവിച്ച് പോവാണ്. എപ്പോഴായിരിക്കും ഡെത്ത് വരാന്ന് അറിയില്ല അല്ലെ, അച്ഛൻ മരിച്ചുപോയി. Although the village has a primary school, Lakha never went there. അപ്പം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഒരു പ്രൈമറി അല്ലെ, LP UP സ്കൂൾ ഉണ്ട്, LP സ്കൂൾ ഉണ്ട്, പ്രൈമറി ഉണ്ട്, പക്ഷെ അദ്ദേഹം അവിടെ പോയിട്ടില്ല. He had to start earning when he was 10 years old. 10 വയസ്സായ സമയം മുതൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 വയസ്സാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6 വയസ്സാകുമ്പോഴാണ് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത് അല്ലെ? അപ്പൊ 10 വയസ്സ് എന്ന് പറയുമ്പോൾ 4ാം ക്ലാസ്സിലുള്ള ഒരു പ്രായം മുതൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇവരൊക്കെ ജോലിക്ക് പോകുന്നത്? വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ, ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ട അല്ലെ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവര് ജോലിക്ക് പോവേണ്ടി വരുന്നത്. ന്യൂ ക്ലോത്ത്സ് ഓഫൺ വൺസ് ഇൻ എ ഫ്യൂ ഇയേഴ്സ്, ഈവൻ സോപ്പ് ആൻഡ് ഓയിൽ ആർ ലക്ഷറി ഫോർ ദി ഫാമിലി. അപ്പം പുതിയ ക്ലോത്ത് എന്ന് പറയുന്നത് അവര് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് വാങ്ങി.
ആൻഡ് അവർക്ക് ഈ സോപ്പ് വാങ്ങാം അല്ലെ, സോപ്പും ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ഇപ്പൊ തന്നെ സോപ്പ് എത്ര ബ്രാൻഡിന്റെ ഓയിൽസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എത്ര ബ്രാൻഡിന്റെ സോപ്പുകൾ അവൈലബിൾ ആണ്. ഇവർക്കൊരു നോർമൽ സോപ്പ് വാങ്ങിക്കുക അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഓയിൽ വാങ്ങിക്കുക എന്ന് പറയുന്നത് പോലും ഇവർക്ക് എന്താണ്, ലക്ഷറിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പൈസ ചെലവാണ്. മനസ്സിലായോ? 50 രൂപയാണ് അയാൾക്ക് ഡെയിലി കിട്ടുന്നത്. These two typical cases illustrate many dimensions of poverty. അല്ലെ, നിങ്ങൾ ആലോചിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു ജീവിതം ഇവരും മനുഷ്യന്മാരാണ് അല്ലെ, എല്ലാ ആൾക്കാരും മനുഷ്യന്മാരാണ് അല്ലെ, എല്ലാ ആൾക്കാർക്കും തുല്യ അവകാശത്തോടു കൂടി അല്ലെങ്കിൽ തുല്യമായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ലോകമാണ് നമുക്കുള്ളത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള ഒരു സൗകര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ. They show that poverty means hunger and lack of shelter. അപ്പം ഇവിടെ ഈ കഥകളിൽ നമുക്ക് എന്താ മനസ്സിലായത്? പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? വിശപ്പാണ് അല്ലെ. വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് 10ാം വയസ്സ് മുതൽ ജോലിക്ക് പോയി തുടങ്ങിയത് അല്ലെ. അപ്പം വിശപ്പാണ് പോവർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വീടില്ലാത്ത അവസ്ഥ അല്ലെ, ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഷെൽട്ടർ ഇല്ലാത്ത ആൾക്കാർ. അപ്പൊ പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഹങ്ങർ ആൻഡ് ലാക്ക് ഓഫ് ഷെൽട്ടർ ആണ്. It also is a situation in which parents are not able to send their children to school, or a situation where sick people cannot afford treatment. അപ്പം അതെന്താണ്? പാരൻസിന് കുട്ടികളല്ലേ, നമ്മൾ ഫസ്റ്റ് കണ്ട കേസിൽ അയാള് എന്താണ് 14 വയസ്സോ 10 വയസ്സോ മുതൽ എന്താണ് അയാൾ ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ. അയാൾ ജോലിക്ക് പോകുന്നുണ്ട്. ആ എൽഡർ കുട്ടി ജോലിക്ക് പോകുന്നില്ലേ, ഒരു ടീ ഷോപ്പിൽ പോകുന്ന കേട്ടില്ലേ. അപ്പം അതെന്താണ്? അവരുടെ പാരൻസിന് അവരെ ഫുഡൊന്നും കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു പൈസ അവരെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസം അല്ലെ, എഡ്യൂക്കേഷൻ, സ്കൂളിലൊന്നും പോയിട്ട് ബാക്കി കുട്ടികളെ പോലെ പഠിക്കാനൊന്നും പറ്റുന്നില്ല. Able to send their children to school, or a situation where sick people cannot afford treatment. രോഗിയായിട്ടുള്ള ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് എന്താ ചെയ്യേണ്ടത് നോക്കിയിട്ട് മെഡിസിൻ വാങ്ങിക്കും. ഇനി അതിൽ കുറവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകും. അതും പറ്റുന്നില്ലെങ്കിൽ അതിന്റെയും ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമുക്ക് എവിടെ വേണേൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവർക്ക് അടുത്ത് ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ആൻഡ് അവർക്ക് പെട്ടെന്നൊരു എമർജൻസി അല്ലെ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണിക്കാനുമില്ല. ഇനി ഹോസ്പിറ്റലിൽ പോകാൻ അവരുടെ കയ്യിൽ എന്തുമില്ല, പൈസയും ഇല്ല. ഓക്കെ. പോവർട്ടി ഓൾസോ മീൻസ് ലാക്ക് ഓഫ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. ദാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വേണം അല്ലെ, വെള്ളം വേണം. വെള്ളം എന്ന് പറയുന്ന സാധനം ചുമ്മാ കിട്ടുമോ? നമുക്കൊക്കെ വെള്ളം എങ്ങനെയാ കിട്ടുന്നത്? കിണറുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കോർപ്പറേഷൻ വക ഫെസിലിറ്റീസ് ഉണ്ടാവും അല്ലെ. ക്ലീൻ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ തരുന്നുണ്ട്. പക്ഷേ വീടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഈ കുടിക്കാനുള്ള വെള്ളം കിട്ടും? എങ്ങനെ കിട്ടും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ വെള്ളത്തിൽ ഒരുപാട് കളിക്കുന്ന സമയത്ത്, മതിമറന്ന് കളിക്കുന്ന സമയത്ത് ഈ കുടിക്കാനുള്ളൊരു വെള്ളം, ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് അല്ലെ, ഭൂമി ഉണ്ടായി വീട് വെച്ച് കിണറൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് വെള്ളം കിട്ടുന്നത്. അപ്പം ഇതൊന്നും ഇല്ലാത്ത ഒരാള് പ്യുവർ ആയിട്ടുള്ള വെള്ളം അല്ലെ, വെള്ളമെങ്കിലും അതാണ്. നമ്മളിപ്പം കുറേ ഫുഡ് ഐറ്റംസ് അല്ലെ, നമുക്ക് ബിരിയാണി കിട്ടും, അല്ലെങ്കിൽ അതിനേക്കാളും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടും അല്ലെ, പല ടൈപ്പ് ഭക്ഷണങ്ങൾ കിട്ടും. പക്ഷെ ജസ്റ്റ് ഒന്ന് വിശപ്പടക്കാൻ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. അപ്പൊ ആ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാര് ജീവിക്കുന്നുണ്ട് അല്ലെ നമുക്ക് ചുറ്റും. lack of clean water and sanitation facilities. And also ബാത്റൂമിലൊന്നും പോകാൻ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അതൊക്കെ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് അല്ലെ. ഒന്ന് ബാത്റൂമിൽ പോവുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള നീഡാണ്. It also means lack of a regular job at a minimum decent level. Above all, it means living with a sense of helplessness. അവരിങ്ങനെ നമ്മൾ ലിവിങ് വിത്ത് എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ്. നോക്കൂ, അയാളുടെ അച്ഛൻ മരിച്ചു പോയി, TB രോഗം വന്നിട്ട് ആവശ്യത്തിന് ഹോസ്പിറ്റലൊന്നും ഇല്ല, ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, അയാളുടെ അച്ഛൻ മരിച്ചു പോയി. അമ്മയ്ക്കും അതേ അസുഖമുണ്ട്. അപ്പം അമ്മയെയും കാണിക്കാനുള്ളൊരു ഗതിയില്ല. പക്ഷെ അവര് ജീവിക്കുകയാണ് അല്ലെ, അവര് നിസ്സഹായരായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് ജീവിക്കുക. അവർക്കൊന്നും ചെയ്യാനില്ല. അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. 50 രൂപയ്ക്കാണെങ്കിൽ 50 രൂപയ്ക്ക് അവര് പോകുന്നുണ്ട്. അല്ലെങ്കിൽ 50 രൂപയല്ലേ കിട്ടുന്നുള്ളൂ, ഞാൻ
അതുകൊണ്ട് പോകുന്നില്ല, എനിക്ക് 1000 രൂപ തന്നാലേ ഞാൻ പോവുള്ളൂ എന്ന് അവർ പറഞ്ഞു നിൽക്കുന്നില്ല അല്ലെ. അവർ 50 രൂപയ്ക്കാണെങ്കിൽ ആ 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ഡേ ജോലി ചെയ്യുന്നുണ്ട്. ചിലപ്പം എന്തായിരിക്കില്ല, പൈസ ആയിട്ടായിരിക്കില്ല അവർ കൊടുക്കുക, കുറച്ച് ഗോതമ്പോ കുറച്ച് പച്ചക്കറികളോ ഒക്കെ ആയിരിക്കും അവർ കൂലിയായിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പം ആ രീതിയിലാണ് അവര് ജീവിക്കുന്നത്. അപ്പം ജീവിതം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അവരിങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് മാറുക അല്ലെ. മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെ, നല്ല സ്കൂൾസിലൊക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ ഈവൻ സാധാരണ ലോക്കൽ സ്കൂളുകളിൽ ചേർത്തിട്ടാണെങ്കിലും എന്താണ് ഹൈടെക്, അത്ര അൾട്രാ ഹൈടെക് ഒന്നും വേണ്ട, സാധാരണമായിട്ടുള്ള ഒരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ പോലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവരുടെ സാഹചര്യം അല്ലെ, അവർ ഹെൽപ്ലെസ് ആണ്, അവരുടെ സാഹചര്യം അതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളുടെ ചുറ്റും, അല്ലെങ്കിൽ നമുക്കിടയിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സോ അത്രയും പോവർട്ടിന്റെ എക്സ്ട്രീം കേസസ് ആണ് പറയുന്നത്. Poor people are in a situation in which they are ill-treated at almost every place, in farms, factories, government offices, hospitals, railway stations, etc. Obviously, nobody would like to live in poverty. അപ്പം സാധാരണ അല്ലെ പുവർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ടാവും, അവരും ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവിടെ എവിടെയായിട്ട് കുറെ ആൾക്കാർ അവിടെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. കുറച്ച് സൈഡിലൊക്കെ മഴയത്തൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലെ, പല സ്ഥലത്തും അല്ലെ. മരത്തിന്റെ ചുവട്ടിലൊക്കെ പോയിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും തെരുവിൽ അങ്ങനെയൊക്കെ പോയിട്ട് കിടന്നുറങ്ങുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ചുമ്മാ അങ്ങ് കിടന്നുറങ്ങുക അല്ലെ, നീളത്തില് പേപ്പറൊക്കെ വിരിച്ചിട്ടും വിരിക്കാതെ ഒക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം ആരും എന്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല? ആർക്കാണെങ്കിലും ദാരിദ്ര്യത്തിൽ ജീവിക്കണം എന്ന് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ഞാൻ ദരിദ്രനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അല്ലെ, ഒരു വീട്, കുറച്ച് ഭക്ഷണം, കഴിക്കാനുള്ള ഭക്ഷണം, നല്ല വെള്ളം, കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ എല്ലാ ആൾക്കാരും എന്താണ്, പാർപ്പിടമാണെങ്കിലും വസ്ത്രമാണെങ്കിലും അല്ലെ, ഒന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് ഒരു വെയർ ചെയ്യാനൊരു ഡ്രസ്സ്, ഇത്രയും കാര്യങ്ങള് എല്ലാ ആൾക്കാരുടെയും ബേസിക് ആയിട്ടുള്ള നീഡാണ് അല്ലെ. അൾട്രാ ലക്ഷറീസ് അല്ല ഇതൊന്നും പറയുന്നത്, എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അത്തരം ബേസിക് കാര്യങ്ങൾ പോലും നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ആർക്കും നോബഡി വുഡ് ലൈക്ക് ടു ലിവ് ഇൻ പോവർട്ടി. ആർക്കും ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഓഫീസ്, നമ്മൾ എവിടെയും പുവർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇൽ ട്രീറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമ്മളൊരു അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനത്തെ ആൾക്കാർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പിന് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിൽക്കണ്ടെന്ന് പറയില്ല, അത്രയും മോശമായിട്ടായിരിക്കും അവരെ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അതേ സ്ഥാനത്ത് നല്ല ഒരു ഹോൾഡൊക്കെ ഉള്ള നല്ല ഒരു അൾട്രാ ലക്ഷറിയസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അതിനനുസരിച്ചായിരിക്കും ഓഫീസസിലാണെങ്കിലും എവിടെ അല്ലെ അവിടെ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എവിടെ പോയി കഴിഞ്ഞാലും ഹോസ്പിറ്റൽസിലാണെങ്കിലും ഭയങ്കര പൈസ ഇല്ലാത്ത ആൾക്കാരെ ഹോസ്പിറ്റൽസ്, ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്, ഇൻ പെർട്ടിക്കുലർ ഇന്ന ഹോസ്പിറ്റൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും എന്താണ് ഭയങ്കര മുഷിഞ്ഞ വസ്ത്രത്തിൽ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താണ് കുറെ മീശയും താടിയൊക്കെ വളർത്തി അല്ലെ, അവർക്കൊന്നും ഷേവ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ്, സൊസൈറ്റി മാറ്റി നിർത്തുന്ന പോലെയാണ് കാണുന്നത്. പക്ഷെ അവരും ആഗ്രഹിച്ചിട്ടല്ല അവരങ്ങനെ ജീവിക്കുന്നത് അല്ലെ. അവർക്കും ആഗ്രഹം ഉണ്ടാവും എന്താണ്, എല്ലാ ആൾക്കാരെയും പോലെ മിനിമം എന്താണ് ബേസിക് നീഡ്സ് വെച്ചിട്ട് ജീവിക്കണമെന്ന്. One of the biggest challenges of independent India has been to bring millions of its people out of abject poverty. അപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടി അല്ലെ, 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പൊ അന്ന് മുതൽ എല്ലാ ആൾക്കാരുടെയും പോവർട്ടി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ഓൾവേസ് ഇൻസിസ്റ്റഡ് ദാറ്റ് India would be truly independent only when the poorest of its people become free of human suffering. അപ്പൊ ഗാന്ധിജി എന്താ പറഞ്ഞത്? നമ്മളുടെ ഏറ്റവും ഇന്ത്യക്ക് എപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഇന്ത്യ വുഡ് ബി ട്രൂലി ഇൻഡിപെൻഡന്റ്, എപ്പോഴാണ് ഇന്ത്യ ശരിക്കും ഒന്ന് കറക്റ്റ് ആയിട്ട് അല്ലെ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് സ്വാതന്ത്ര്യമൊക്കെ വാങ്ങിച്ചു, ഇൻഡിപെൻഡന്റ് ആയി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യ ബിക്കം ട്രൂലി ഇൻഡിപെൻഡന്റ് only when the poorest of its people become free of human suffering. അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും സാധാരണ ഏറ്റവും പാവപ്പെട്ട ആൾക്കാര്
ഈ ഒരു സഫറിങ്ങിൽ നിന്നും ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ എന്തായിട്ട് മാറുള്ളൂ, ട്രൂലി ഇൻഡിപെൻഡന്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ പോവർട്ടി as seen by social scientists. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയന്റിസ്റ്റുകൾ ഉണ്ട് അല്ലെ, സാമൂഹിക പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തില് എന്താണ് ഒരു പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിപ്പോ കുറെ കഥകൾ പറഞ്ഞു അല്ലെ, ഉത്തർപ്രദേശിലെ കഥ പറഞ്ഞു അല്ലെ. അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മൾ പോവർട്ടി ആണ് കണ്ടത്. അപ്പം ഇവരുടെ സോഷ്യൽ സയന്റിസ്റ്റിന്റെ കാഴ്ചപ്പാടില് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Since poverty has many facets, social scientists look at it through a variety of indicators. Usually, the indicators used relate to the levels of income and consumption. അപ്പം എന്താണ് പോവർട്ടി എന്ന് അവർ നോക്കുന്നത്? ഇൻകം ബേസ്ഡ് ആണ്, കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എന്താ നോക്കാം? ബട്ട് നൗ പോവർട്ടി ഈസ് ലുക്ക് ത്രൂ അതർ സോഷ്യൽ അവർ ബേസിക്കലി നോക്കുന്നത് എന്താണ്? ഇൻകവും കൺസംഷനും. അതായത് അയാൾക്ക് എനിക്കിപ്പം 50 രൂപയാണ് പൈസ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ചെലവ് വരുന്നുണ്ടാവുക ചിലപ്പം 200 ആയിരിക്കും അല്ലെ. അപ്പം അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ ഞാൻ എന്താണ്? ദരിദ്രയാണ്. എനിക്ക് 50 രൂപയെ ഏർണിംഗ് ഉള്ളൂ, എന്നിട്ടും എനിക്ക് ഒരു ദിവസം ജീവിക്കണം എന്നുണ്ടെങ്കിൽ 200 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദരിദ്രയാണല്ലേ. എനിക്ക് 150 രൂപ എങ്ങനെ കിട്ടാനാണ് അല്ലെ? മനസ്സിലായോ? അതാണ് ദാരിദ്ര്യം. ബട്ട് നൗ പോവർട്ടി ഈസ് ലുക്ഡ് through other social indicators like illiteracy level. ലിറ്ററസി ഇല്ലാത്ത ആൾക്കാർ അല്ലെ, സാക്ഷരത ഇല്ലാത്ത ആൾക്കാർ, സ്കൂളിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ അല്ലെ, ബേസിക് ആയിട്ട് അക്ഷരങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. അതൊക്കെ ദാരിദ്ര്യത്തിൽ വരുന്നതാണ്. ദാരിദ്ര്യം കാരണമാണല്ലോ അവർക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാനൊന്നും പറ്റാതിരുന്നത്. അപ്പൊ സാക്ഷരത എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ലാക്ക് ഓഫ് ജനറൽ റെസിസ്റ്റൻസ് ഡ്യൂ ടു മാൽ ന്യൂട്രീഷൻ. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഉള്ളതുപോലെ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണ്ടതായിട്ടുള്ള ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അല്ലെ, മിനിമം ആയിട്ടുള്ള ഫുഡ്, അവർക്ക് വേണ്ട ഫുഡ് കിട്ടാത്ത അവസ്ഥ, അതാണ് മാൽന്യൂട്രീഷൻ. ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ, അവർക്ക് ഹെൽത്ത് കെയറിലേക്ക് ആക്സസ് ഇല്ലാത്തത്. ലാക്ക് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇനിയിപ്പം അവരിപ്പം ജസ്റ്റ് ഒന്ന് എന്താ ലിറ്ററസി ഒക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ലിറ്ററസി കൊണ്ട് അവർക്ക് പൈസ കിട്ടുമോ? അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് പൈസ കിട്ടുമോ? ഇല്ല അല്ലെ. അവർക്ക് ജോലി വേണം, ജോലി ചെയ്താലാണ് പൈസ കിട്ടുക. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി വേണം, എന്നാൽ മാത്രമേ പൈസയായിട്ട് വരുള്ളൂ. പൈസ ഉണ്ടെങ്കിലേ പോവർട്ടി ഇല്ല. ഇൻകം അല്ലെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ലാക്ക് ഓഫ് ആക്സസ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ എക്സെട്ര. അപ്പം ഇത്രയും കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ? ഇല്ലിറ്ററസി ലെവൽ, ലാക്ക് ഓഫ് ജനറൽ റെസിസ്റ്റൻസ് ഡ്യൂ ടു മാൽ ന്യൂട്രീഷൻ, ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ, lack of job opportunities, lack of access to safe drinking water, sanitation, etc. അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ പോവർട്ടിയിൽ കൺസിഡർ ചെയ്യണം. അനാലിസിസ് ഓഫ് പോവർട്ടി ബേസ്ഡ് ഓൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് വൾണറബിലിറ്റി is now becoming very common. അപ്പം നമ്മൾ പോവർട്ടി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ, സോഷ്യൽ എക്സ്ക്ലൂഷൻ ഒന്ന്, രണ്ട് വൾണറബിലിറ്റി. സോഷ്യൽ എക്സ്ക്ലൂഷനും വൾണറബിലിറ്റിയും, ഇത് രണ്ടും വെച്ചിട്ടാണ്, സോഷ്യൽ എക്സ്ക്ലൂഷനും വൾണറബിലിറ്റിയും വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ അനലൈസ് ചെയ്യുന്നത്? പോവർട്ടിയെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ആണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ? എന്താ നിങ്ങൾക്ക് വേർഡ് കേൾക്കുമ്പോൾ തോന്നുന്നത്? സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, പോവർട്ടി മസ്റ്റ് ബി സീൻ ഇൻ ടേംസ് ദ പുവർ ഹാവിംഗ് ടു ലിവ് ഓൺലി ഇൻ എ പുവർ സറൗണ്ടിങ് വിത്ത് അതർ പുവർ പീപ്പിൾ. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം, എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നുള്ളത്. സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോവർട്ടി മസ്റ്റ് ബി സീൻ ഇൻ ടേംസ് ഓഫ് ദ പുവർ. പോവർട്ടി എന്ന് പറയുന്നത് എന്താ? പുവറിന്റെ ഒരു ആസ്പെക്റ്റിലാണ് നോക്കേണ്ടത്.
poor, having to live only in a poor surrounding with other poor people. അതായത് poor ആയിട്ടുള്ള ആൾക്കാര് എപ്പോഴും poor ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്ങില് ബാക്കിയുള്ള poor പീപ്പിളിന്റെ കൂടെയാണ് ജീവിക്കേണ്ടത്. മനസ്സിലായോ? പൈസ ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ പൈസ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ജീവിക്കാം. മനസ്സിലായോ? അതായത് പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പുവർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം എന്താണ് കുറെ സ്ലംസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ ഇങ്ങനെ കോളനി ആയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് സാനിറ്റേഷൻ ഒന്നും പ്രോപ്പർ അല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും പുവർ പീപ്പിളിന്റെ കൂടെ അങ്ങ് ജീവിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ആണത് സോഷ്യൽ എക്സ്ക്ലൂഷൻ. മനസ്സിലായോ? അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, poverty must be seen in terms of the poor having to live only in a poor surrounding with other poor people, excluded from enjoying social equality of better off people in better surroundings. അപ്പൊ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ, അല്ലെ കുറച്ചും കൂടി സോഷ്യലി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റില്ല. നമ്മള് സൊസൈറ്റി എന്ത് ചെയ്യാണ്, അവരെ മാറ്റി നിർത്തുകയാണ്, പുവർ ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞ, poverty must be seen in terms of the poor having to live only in a poor surrounding with other poor people, excluded from enjoying social equality of better off people in better surroundings. മനസ്സിലായോ? Yes. Social exclusion can be both a cause as well as a consequence of poverty. അല്ലെ, അത് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സാധനം അല്ലെ, പുവർ ആയിട്ടുള്ള ആൾക്കാര് പുവർ ആയിട്ടുള്ള സ്ഥലത്ത് പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അത് പോവർട്ടിയുടെ ഒരു കോസുമാണ്, അതുപോലെ തന്നെ കോൺസിക്വൻസും ആണ്. അല്ലെ, കോസുമാണ്, അതായത് പോവർട്ടി കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ദാരിദ്ര്യം കാരണമാണ് അവർ പുവർ ആയിട്ടുള്ള പീപ്പിളിന്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ദാരിദ്ര്യം കാരണം തന്നെയാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ ജീവിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് എന്ത് വരുന്നത്, ദാരിദ്ര്യം വരുന്നത്. അല്ലെ, അവര് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോവർട്ടി ഉണ്ടാവില്ല. അപ്പൊ അത് കോസുമാണ്, അതുപോലെ തന്നെ കോൺസിക്വൻസുമാണ്. And the usual sense, broadly, it is a process through which individuals or groups are excluded from facilities, benefits and opportunities that others enjoy. അപ്പം അവർക്ക് ഈ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ബെറ്റർ, ദെയർ ബെറ്റേഴ്സ് അല്ലെ, അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ, പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് അല്ലെ, എന്താണ് ബേസിക് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ ബെനിഫിറ്റ്സ്, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഇസ് ദ വർക്കിംഗ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥ, ഇന്ത്യയില് ജാതി വ്യവസ്ഥയുണ്ട് അല്ലെ, നമ്മളെല്ലാ ആൾക്കാരും ഓരോരോ ജാതിയിൽ ബിലോങ്സ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ട്. ഇൻ വിച്ച് പീപ്പിൾ ബിലോങ്ങിങ് ടു സർട്ടൻ കാസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ചില കാസ്റ്റിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നില്ല, തുല്യ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം തുല്യ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല എന്ന പല ഇതുണ്ട്. ഇപ്പൊ അമ്പലങ്ങളിലാണെങ്കിൽ ബ്രാഹ്മിൺസിനായിരിക്കും അല്ലെ, ബ്രാഹ്മിൺസിനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു അവസരം. വേറൊരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാരെ അമ്പലത്തിലെ കാര്യങ്ങളിൽ മെയിൻ കാര്യം പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല. അപ്പം ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം പല ആൾക്കാർ, അപ്പൊ വേറെ കാസ്റ്റ് അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞിട്ട് അടുത്തതിൽ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഒന്നും എന്ത് ചെയ്യില്ല, ഇങ്ങനെ പൂജാതി കർമ്മങ്ങളിലേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അപ്പം അതെന്താണ്, അവിടെ ഒരു എക്സ്ക്ലൂഷൻ അല്ലേ, സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലേ. A typical example is the working of the caste system in India, in which people belonging to certain castes are excluded from equal opportunities. Social exclusion thus
may lead to but can cause more damage than having a very low income. അപ്പം ഇത് എന്ന് പറയുന്നത് പൈസ കുറവ് എന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അല്ലെ. പൈസ കുറവാണെന്നുണ്ടെങ്കിൽ പൈസ കുറവ്, പക്ഷെ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. അതെന്ന് പറയുന്നത് അതിനേക്കാളും പാത്തറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാര്യം പറഞ്ഞു, സോഷ്യൽ എക്സ്ക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി എന്താ? വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൾണറബിൾ സ്പീഷീസ് എന്ന് കേട്ടിട്ടുണ്ടോ? എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വൾണറബിൾ സ്പീഷീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ അവിടെ പറയുന്നത്? വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധ്യതയാണല്ലേ കാണിക്കുന്നത്, എക്സ്റ്റിങ്ഷൻ ആവാനുള്ള അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഒരു സാധ്യതയാണ് വൾണറബിലിറ്റിയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൾണറബിലിറ്റി ടു പോവേർട്ടി. അവര് വൾണറബിൾ ടു പോവേർട്ടി ആണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ എക്സ്ക്ലൂഷൻ കഴിഞ്ഞു. വൾണറബിലിറ്റി ടു പോവേർട്ടി is a measure which describes the greater probability of certain communities. ചില പ്രത്യേക കമ്മ്യൂണിറ്റികളുടെ ഒരു അധിക പ്രോബബിലിറ്റി, ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ആണ്. എന്തിനുള്ള പ്രോബബിലിറ്റി? മെമ്പേഴ്സ് ഓഫ് എ ബാക്ക്വേർഡ് കാസ്റ്റ് ഓർ ഇൻഡിവിജ്വൽ സച്ച് ആസ് വിഡോ ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ഓഫ് ബിക്കമിങ് or remaining poor in the coming year. അപ്പം ചില ആൾക്കാര് ഇനി കമ്മിങ് ഇയേഴ്സിലും എന്തായിട്ട് മാറും? പോവേർട്ടി, അല്ലെങ്കിൽ അവർ ആ പൂവർ ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാര് പൂവർ ആയിട്ട് തന്നെ ജീവിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വൾണറബിലിറ്റി. അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറയുന്നത് എന്താണ്? ബാക്ക്വേർഡ് കാസ്റ്റ് അല്ലെ. ബാക്ക്വേർഡ്, ഇപ്പം പൈസ ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഡോസ് അല്ലെ, ഹസ്ബൻഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാര് വിഡോസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ചാലഞ്ചസ്, ഹാൻഡിക്യാപ്ഡ്, കയ്യോ കാലോ ഇല്ലാത്ത ആൾക്കാര്. അപ്പം ഇവർക്കൊക്കെ ഇനിയുള്ള വർഷങ്ങളിലും എന്ത് തന്നെയായിരിക്കും? ദാരിദ്ര്യം ആയിരിക്കാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വൾണറബിലിറ്റി. മനസ്സിലായോ? അതായത് ഇപ്പം ഫിസിക്കലി ഹെൽത്തി ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ഫാമിലി സപ്പോർട്ട് ഉള്ള, അല്ലെങ്കിൽ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ, നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം റിച്ച് ആയിട്ടുള്ള ഒരാൾക്കാരുടെ വീട്ടില്, നല്ല പൈസ ഉള്ള വീട്ടില് ഒരു ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കുട്ടികൾക്കും എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? പൈസ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഒരു 10 years കഴിഞ്ഞാലും അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ആ പൈസ വെച്ചിട്ട് അയാളുടെ മക്കൾക്ക് എന്ത് ചെയ്യും? നല്ല വിദ്യാഭ്യാസം കൊടുക്കും. നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് അയാൾക്ക് അത്യാവശ്യം നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കി കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ വേറെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കളായിരിക്കും അത് പിന്നെ നടത്തുന്നുണ്ടാവുക. അപ്പം അതിനനുസരിച്ച് അവർ ഇനി കമ്മിങ് ഇയേഴ്സിലും എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? പൈസ ഉള്ള ആൾക്കാർ തന്നെയായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അതേ സ്ഥാനത്ത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, വിഡോ ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കുറച്ചു കാലം കൂടി അവർക്ക് എന്ത് തന്നെയായിരിക്കും? കഷ്ടപ്പാട് തന്നെയായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? വൾണറബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് by the options available to different communities for finding an alternative living in terms of assets, education, health and job opportunities. അപ്പം asset, education, health, job opportunities. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോഷ്യൽ എക്സ്ക്ലൂഷനും വൾണറബിലിറ്റിയും ആണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Further, it is analyzed on the basis of the greater risks these groups face at the time of natural disasters. അപ്പം വൾണറബിലിറ്റിയിൽ നിങ്ങൾ നോക്കണം, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് എർത്ത്ക്വേക്കോ അല്ലെങ്കിൽ സുനാമിയോ ഒക്കെ വന്നു കഴിഞ്ഞാല്, ടെററിസം വന്നു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? അവരെന്തായിരിക്കും? ഗ്രേറ്റർ റിസ്ക് ആയിരിക്കും. അതായത് വൾണറബിൾ സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രേറ്റർ റിസ്ക് ആയിരിക്കും. ഓക്കെ, പിന്നെ അത് സർവൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവർക്കുള്ള സ്ഥലം കൂടി എന്തായാലും നഷ്ടപ്പെട്ടു പോകും. And additional analysis is made of their social and economic ability to handle these risks. അവരുടെ പിന്നെ എന്തെങ്കിലും ഒരു സുനാമി ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ നാശങ്ങൾ വിതയ്ക്കും അല്ലെ. അപ്പം സുനാമിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ആൾക്കാരല്ലേ, ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതായത് വീട്, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അവര് ഒന്നെന്ന് പറഞ്ഞിട്ട്
ഫ്രം ദ ബിഗിനിങ് അവർ സ്റ്റാർട്ട് ചെയ്യണം. അവർ ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒന്നുമില്ലാത്ത ആൾക്കാരായിട്ട് അവർ വീണ്ടും അല്ലെ അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം മുഴുവൻ പോയിട്ടുണ്ടാവും. അപ്പൊ അവർ ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങണം. അതേ സ്ഥാനത്ത് പൈസ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സപ്പോർട്ട് കൊടുക്കാന് ഫാമിലി ഉണ്ടാവും അല്ലെ, അവർക്ക് ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെയൊക്കെ അവര് എന്ത് ചെയ്യും, അവരത് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കോളും. അപ്പം ഇറ്റ് ഈസ് അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗ്രേറ്റർ റിസ്ക്. രണ്ടുപേർക്കും റിസ്ക് ഉണ്ടാവും അല്ലെ, നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ടെററിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്കാരും, ഇപ്പൊ പൈസ ഉള്ള ആൾക്കാർക്കും റിസ്ക് ഉണ്ട്, പൈസ ഇല്ലാത്ത ആൾക്കാർക്കും റിസ്ക് ഉണ്ട്. പക്ഷെ പൈസ ഇല്ലാത്ത ആൾക്കാർ ഗ്രേറ്റർ റിസ്കിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഇറ്റ് ഈസ് അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗ്രേറ്റർ റിസ്ക് these groups face at the time of natural disasters, terrorism, etc. Additional analysis is made of their social and economic ability to handle these risks. In fact, vulnerability describes the greater probability of being more adversely affected than people when bad time comes for everybody. അതായത് എല്ലാ ആൾക്കാർക്കും കഷ്ടപ്പാട് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ആയിരിക്കില്ല കഷ്ടപ്പാട് വരിക. പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നധികം കഷ്ടപ്പാടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കോവിഡിന്റെ സമയം അല്ലെ, എല്ലാ ആൾക്കാരും എന്തായിപ്പോയി, ഒരുപോലെ സ്തംഭിച്ചു പോയി അല്ലെ. ലോക്ക്ഡൌൺ വന്നു, ആർക്കും പുറത്തിറങ്ങാൻ പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ കാലമൊക്കെ? നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഒക്കെ ഓർമ്മയുണ്ടോ? കോവിഡ് വന്നു, ലോക്ക്ഡൌൺ ആയി, എല്ലാ ആൾക്കാരും വീട്ടിലായി അല്ലെ, ആരോടും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു, എല്ലാവരും സ്റ്റേ ഹോം എന്ന് പറഞ്ഞു അല്ലെ, വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം പൈസ ഒന്നുമേ ഇല്ലാത്ത ആൾക്കാരും ഒരുപോലെ ആയിരുന്നു, പൈസ കുറച്ചുള്ള ആൾക്കാർക്കും ഒരുപോലെ ആയിരുന്നു, എല്ലാ ആൾക്കാരും വീട്ടിലിരിക്കുക. പക്ഷെ പൈസ കയ്യിലുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും എന്തായിരുന്നു, അവര് ബെറ്റർ ആയിരുന്നു. ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാർ എന്തായി, മൊത്തത്തില് കഷ്ടപ്പാടിലുമായി അല്ലെ. അപ്പൊ അവർക്ക് പുറത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലെ. അവരുടെ കയ്യില് പൈസ ഉള്ള ആൾക്കാർക്ക് പൈസയെങ്കിലും കയ്യിലുണ്ട് അല്ലെ, അവർക്ക് ഓൺലൈനായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അവർക്ക് സേവിങ്സ് ഒന്നുമില്ല, പൈസയൊന്നും, എക്കണോമിക്കലി അവർ ഭയങ്കര പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതാണ് vulnerability describes the greater probability of being more adversely affected than other people when bad time comes for everybody, whether a flood or an earthquake or simply a fall in the availability of jobs. അപ്പം തൊഴിൽ കുറവാണെന്നുണ്ടെങ്കിൽ, അപ്പൊ പണിയില്ല, ജോലിയില്ല, ആർക്കും ജോലിയൊന്നും ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ദിവസം ഇപ്പം ഡെയിലി പണിക്ക് പോയി ഡെയിലി പൈസ വാങ്ങിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പണി ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം പോയി അല്ലെ. അതേ സ്ഥാനത്ത് കുറച്ച് ഏർണിംഗ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ ഒന്നും ജോലി ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതായിരിക്കും. അപ്പം അതിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. അതേ സ്ഥാനത്ത് ഡെയിലി ഒരു 50 രൂപ വെച്ച് വാങ്ങുന്ന ആൾക്കാർ നമ്മൾ കണ്ടൂല്ലേ, അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. അപ്പം അയാൾക്ക് ഒരു മാസം ജോലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ഒരു മാസം അയാൾ എന്തായിരിക്കും, പട്ടിണിയിലായിരിക്കും. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാൻ വേണ്ടിയിട്ട് വന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ ആൾക്കാർക്കും ഡിഫറെന്റ് ആണ്. പോവർട്ടിയുടെ 2 കേസസ് നമ്മൾ കണ്ടു അല്ലെ, അർബനിലും കണ്ടു, റൂറലിലും കണ്ടു. ആൻഡ് ഓൾസോ നമ്മള് പോവർട്ടിയിലെ 2 ആസ്പെക്ട് അല്ലെ, സോഷ്യൽ എക്സ്ക്ലൂഷനും വൾണറബിലിറ്റിയും കണ്ടു അല്ലെ. സോഷ്യൽ എക്സ്ക്ലൂഷനിൽ എന്തായിരുന്നു പറയുന്നത്, പൈസ ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ പൈസ ഇല്ലാത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കുക അല്ലെ, അതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കാസ്റ്റ് ബേസ്ഡ് ആണെങ്കിലും എന്താണെങ്കിലും. വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പം അവർക്ക് എന്തെങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും, ഓൾറെഡി പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു തിരിച്ചടിയായിട്ട് മാറും. പൈസ ഇല്ലാത്ത ആൾക്കാർക്കും പൈസ ഉള്ള ആൾക്കാർക്കും ഒരുപോലെ ബാധിക്കുകയാണെങ്കിൽ പോലും പൈസ ഇല്ലാത്ത ആൾക്കാർ അതിന്റെ ആഘാതം കുറച്ച് കൂടുതലായിരിക്കും, ഇന്റൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്